ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. ഞാൻ ബീന. ഞാൻ ഇന്ന് ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊരു പാവപ്പെട്ടവനും ഏതൊരു പണക്കാരനും ഒരുപോലെ ലഭിക്കുന്നതാണ് സമയം. ഒരു ദിവസത്തിൽ എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഈ 24 മണിക്കൂർ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. അവ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നമ്മൾ നോക്കണം. അവ നമ്മളൊന്ന് കുറിച്ചു വെക്കണം. ഈ പേപ്പർ നമ്മളോട് പറയും നമ്മൾ ഒരു 5-10 വർഷം കഴിയുമ്പോൾ എവിടെയായിരിക്കും എന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോരോ ചെറിയ കാര്യങ്ങളാണ് അത് തീരുമാനിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഓരോ സെക്കൻഡും നമ്മുടെ കൈകളിലാണ്. വി ആർ റെസ്പോൺസിബിൾ ഫോർ എവറി സെക്കൻഡ് വി ലിവ്. ചിലർ പറയും, ഒരു ദിവസം കൊണ്ടാണോ മാറ്റം വരുന്നത്? ഇവർ എല്ലാം ഭാഗ്യത്തിന് വിട്ടുകൊടുക്കുന്നവരാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1%, 2% മാത്രമാണ് ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് വിജയിച്ചവർ. ബാക്കിയുള്ളവരെല്ലാം സ്വന്തം ഉത്തരവാദിത്വം കൈകളിൽ ഏറ്റെടുത്ത് കഷ്ടപ്പെടാൻ തയ്യാറായവരാണ്. ഗ്രീക്ക് ഫിലോസഫർ തിയോഫ്രാസ്റ്റസ് പറയുന്നത്, ദ ടൈം ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് എ മാൻ ക്യാൻ സ്പെൻഡ്. നമ്മളെപ്പോഴും പറയും നമുക്ക് സമയമില്ല എന്ന്. പക്ഷെ അത് നമ്മളോട് തന്നെ പറയുന്ന ഒരു നുണയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കുക. അവർക്ക് സ്വപ്നം കാണാനും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അത് കഴിയുമെങ്കിൽ നമുക്കും കഴിയും. നമ്മൾ സാധാരണയായി പറയും സമയം മാത്രം പോരാ, അതിനുള്ള സാഹചര്യങ്ങളും വേണമെന്ന്. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഈ വീഡിയോ കാണാനായി നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവയെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നുന്നു എങ്കിൽ നമ്മൾ കുറച്ച് സമയം പഠിക്കാനും കുറച്ച് സമയം അധ്വാനിക്കാനും ശ്രമിച്ചാൽ മതി. നമ്മൾ ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് വളരെയധികം കുറ്റബോധം തോന്നും. അമേരിക്കൻ പോയറ്റ് ഡൽമോർ ഷെവേർഡ്സ് പറയുന്നത്, ടൈം ഈസ് ദ സ്കൂൾ ഇൻ വിച്ച് വി ലേൺ ആൻഡ് ദ ടൈം ഈസ് ദ ഫയർ ഇൻ വിച്ച് വി ബേൺ. പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട്. ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം തുടങ്ങുമ്പോൾ 86,400 രൂപ വരികയും അതിൽ ചിലവാക്കാത്ത പൈസ ആ ദിവസം അവസാനിക്കുമ്പോൾ അതിൽ നിന്നും അപ്രത്യക്ഷമാകുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് ആ പൈസ മുഴുവൻ ചിലവാക്കാൻ നോക്കും. ഇതുപോലെയാണ് നമ്മുടെ കൈകളിലേക്ക് ഒരു ദിവസം 86,400 സെക്കൻഡ് വരികയാണ്. നമ്മൾ അലസത കാരണം മാറ്റിവെക്കുന്നതും അതുപോലെ വേണ്ട എന്ന് വെക്കുന്നതുമായ നമ്മുടെ ഈ സെക്കൻഡുകളെല്ലാം പാഴായി പോവുകയാണ്. ഇങ്ങനെ പാഴായി പോകുന്നതിനെ പറ്റി നമുക്ക് അഭിമാനിക്കാൻ പറ്റുമോ? അതിനാൽ സ്റ്റാർട്ട് ടുഡേ. എല്ലാം ശരിയായിട്ട് തുടങ്ങാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. സമയം പണത്തേക്കാൾ വളരെ വലുതാണ്. നമ്മുടെ സമയത്തെ നമ്മൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് പണം ധാരാളം സമ്പാദിക്കാൻ പറ്റും. പണവും സമയവും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല തുടക്കങ്ങൾ ഉണ്ടാക്കാനും ഉയർച്ച ഉണ്ടാക്കാനും സാധിക്കും. എന്നാൽ സമയത്തെയും ആരോഗ്യത്തെയും ഉപയോഗിച്ച് സമയം പാഴാക്കി കളയാനും സാധിക്കും. ഹൗ ടു ഓർഗനൈസ് ടൈം. എബ്രഹാം ലിങ്കൺ ഒരിക്കൽ ഒരു മണിക്കൂർ അദ്ദേഹത്തിന് മരം മുറിക്കാനായിട്ട് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൽ 45 മിനിറ്റ് മഴു ഷാർപ്പൻ ചെയ്യാൻ, മഴു മൂർച്ച കൂട്ടാനായിട്ട് ഉപയോഗിക്കുമെന്നും അതിൽ ബാക്കി വരുന്ന 10 മിനിറ്റ് അദ്ദേഹം മരം വെട്ടാനായിട്ട് ഉപയോഗിക്കുമെന്നും അതിനുശേഷമുള്ള 5 മിനിറ്റ് വിശ്രമത്തിനായിട്ട് ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ആണ് അതിൽ കണ്ടത്. അദ്ദേഹം പറയുന്നത് വെറുതെ വെട്ടി സമയം കളയുന്നതിലും നല്ലത് ഷാർപ്പൻ ചെയ്യുന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ലോകത്തിലെ 82% ആൾക്കാർക്ക് പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഇല്ല. 5 പേരെടുത്താൽ ഒരാൾക്ക് പോലും ഇല്ല എന്നുള്ള അവസ്ഥയുമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ട്. എന്താണ്? വരുന്നിടത്ത് വെച്ച് കാണാം എന്നതാണ്. ഹൗ ടു മാനേജ് ടൈം. നമ്മൾ ഒന്നാമത്തേതായിട്ട് പ്ലാൻ ആൻഡ് സ്കെഡ്യൂൾ. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം. ഈ ലക്ഷ്യം ഡെയിലി, വീക്ക്ലി, മന്ത്ലി എന്നിങ്ങനെയാകണം. ഇങ്ങനെ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചെറിയ ഗോൾ സെറ്റ് ചെയ്യണം, വലിയ ഗോൾസും സെറ്റ് ചെയ്യണം. അങ്ങനെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ജോലി മറ്റുള്ളവർക്ക് കൂടി ഇൻസ്പയറേഷൻ ആക തരത്തിൽ വേണം ചെയ്യാനായിട്ട്. പ്രയോറിറ്റി സെറ്റിംഗ് ആണ് രണ്ടാമത്തേത്. എന്ന് പറഞ്ഞാൽ ഒരു കഥ പറയാം. ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് ഒരു ചില്ലു ഭരണി കൊണ്ടുവച്ചു. എന്നിട്ട് അദ്ദേഹം ടെന്നീസ് ബോളിൻ്റെ വലിപ്പത്തിലുള്ള കുറച്ച് കല്ലുകൾ അതിലേക്ക് എടുത്തിട്ടു.
അത് കഴിഞ്ഞ് അതിലും ചെറിയ കല്ലുകൾ അതിലിട്ടു. അതിനുശേഷം അദ്ദേഹം കുറേ മണൽത്തരികൾ അതിലേക്ക് ഇട്ടു. അപ്പോഴേക്കും ഏകദേശം അത് ഫില്ലായി. അപ്പോൾ കുട്ടികളെല്ലാം വിചാരിച്ചു ഇനി അതിനകത്ത് ഒന്നും കൊള്ളുകയില്ല. പക്ഷെ അദ്ദേഹം വീണ്ടും കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ചില്ല് ഭരണി എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസവും ആ ടെന്നീസ് ബോൾസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളുമാണ്. അതേസമയം അദ്ദേഹം ആദ്യം ആ വെള്ളമാണ് ഒഴിച്ചതെങ്കിൽ ഇവയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാത്ത ഒരു കാര്യത്തിന് അദ്ദേഹം ആദ്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ടൈം വെറുതെ വേസ്റ്റ് ആയി പോകും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ടൈം മാനേജ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. ലോങ് ടേം ടാസ്കുകൾ നന്നായി ചെയ്യാനായിട്ട് ഐസൻഹവർ മെട്രിക്സ് നമ്മൾ ഉപയോഗിക്കണം. ഇത് എന്തൊക്കെയാണ്? ഇതിൽ ഒന്നാമത്തെ 4 കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം ഹൈ അർജൻസി ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ലീക്കായി, നമ്മൾ ഉടനെ തന്നെ അതിന് എന്തെങ്കിലും നടപടി എടുക്കണം. അതുപോലെ ലോ അർജൻസി ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങണം, പക്ഷെ 2-3 ആഴ്ച കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എന്നാലും അവയ്ക്കൊരു പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ. മൂന്നാമത്തേത് ഹൈ അർജൻസി ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ദിവസം കഴിയുമ്പോഴും നമ്മുടെ ലൈസൻസ് റിന്യൂവൽ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. അടുത്തത് ലോ അർജൻസി ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂമിൽ കുറേ സാധനങ്ങൾ കുന്നുകൂടി കിടക്കുന്നു, അത് നമുക്ക് ക്ലീൻ ചെയ്യണം. പക്ഷെ ഇവയ്ക്കൊന്നും അർജൻസിയും പ്രയോറിറ്റിയും കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ. ഇതാണ് 4 കാര്യങ്ങൾ. ടൈം മാനേജ്മെന്റിൽ മൂന്നാമത്തേത് ഡെഡ് ലൈൻ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഡെഡ് ലൈൻ വെക്കണം. ഡെഡ് ലൈൻ വച്ചില്ല എങ്കിൽ നമുക്ക് മടി വരുന്ന സമയത്ത് നമ്മളത് നിർത്തിവെക്കും. ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാനായിട്ട് കഴിയും. നാലാമത്തേത് മൾട്ടി ടാസ്കിങ് ആണ്. ഡേഞ്ചർ ഓഫ് ടു മെനി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്ഷനും ഉണ്ടാകത്തില്ല, സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകത്തില്ല. നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. അഞ്ചാമത്തേത് പ്രവൃത്തിയും ലക്ഷ്യവും. നമ്മൾ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അവയൊക്കെ തന്നെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നവയാണോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം. ആറാമത്തേത് ഡിസ്ട്രാക്ഷൻസ്, ശ്രദ്ധ തിരിഞ്ഞു പോകുന്നത്. നമ്മൾ ഒരു കാര്യം തുടങ്ങിയിട്ട് എങ്ങും എത്തിയില്ല എങ്കിൽ നമ്മുടെ ആ ഡിസ്ട്രാക്ഷൻസ് എന്താണെന്ന് നമ്മൾ നോക്കണം. നമ്മൾ കുറച്ചു നേരം കൂളായിരിക്കണം. നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് അത് മാറ്റി വെക്കാൻ നോക്കണം. അത് ചിലപ്പോൾ മൊബൈലാകാം, കുട്ടികളാകാം, അവയെല്ലാം മാറ്റി വെച്ചിട്ട് വീണ്ടും തുടങ്ങണം. റെസ്റ്റ് ആൻഡ് ലെഷർ ആണ് ഏഴാമത്തേത്. നമ്മുടെ ഡെയിലി ടാസ്ക് എഫക്റ്റീവ് ആകാൻ നമ്മൾ പോമഡോറോ ടെക്നിക്ക് ഉപയോഗിക്കും. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ പോമഡോറോ ടെക്നിക്ക്. ഈ പോമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 25 മിനിറ്റ് വർക്ക് ചെയ്യുന്നു, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെ ചെയ്തിട്ടൊരു 4 റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ ഈ റെസ്റ്റ് എന്ന് പറയുന്നത് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ആക്കിയെടുക്കാം. പല സ്റ്റഡീസും പറയുന്നത് മനുഷ്യന്റെ ആവറേജ് അറ്റൻഷൻ സ്പാൻ 20 മിനിറ്റ് ആണെന്നാണ്. അപ്പോൾ അതിനപ്പുറം നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകും. അടുത്തത് സ്വതന്ത്രവും സ്വന്തമായതുമായ സമയത്തെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എഫക്റ്റീവായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുക, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ജോലികളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവയെ ചെയ്യുക. ഇനി 9ാമത്തേത് ഞായറാഴ്ചകളെ പറ്റിയാണ്. ഞായറാഴ്ചകൾ നമ്മൾ പല കാര്യങ്ങളും ഞായറാഴ്ച അവധി ദിവസമാണെങ്കിൽ അന്ന് ചെയ്യാമെന്ന് വെച്ച് മാറ്റി വെക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഞായറാഴ്ചയും ചെയ്യല, തിങ്കളാഴ്ചയും ചെയ്യല, ചൊവ്വാഴ്ചയും ചെയ്യല, അങ്ങനെ നീണ്ടു കുറെ ഭാഗങ്ങളായിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഞായറാഴ്ചകൾ ശരിക്കും നമ്മുടെ ഡെപ്പോസിറ്റിന്റെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കൂട്ടിയാൽ മതി. കാരണം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളവ മാത്രമായിട്ട് ഉപയോഗിക്കണം. ഐഡന്റിഫൈ യുവർ പവർ അവേഴ്സ്, അതാണ് 10ാമത്തേത്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും പവർ അവേഴ്സ് വ്യത്യാസമാണ്. ചിലർക്ക് ഏർലി മോർണിംഗ് ആയിരിക്കും, ചിലർക്ക് ലേറ്റ് നൈറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എനർജറ്റിക്കും വളരെ ആക്റ്റീവും ഒക്കെ ആയിരിക്കുന്ന ഒരു സമയം കണ്ടെത്തിയിട്ട് ഓരോരുത്തരും കണ്ടെത്തിയിട്ട് ആ സമയത്ത് ക്രിയേറ്റീവായിട്ടുള്ളതും കുറച്ച് പ്രയാസമുള്ളതുമായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാവുന്നതാണ്. പ്രയോറിറ്റി അനുസരിച്ച് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിയാൽ നമ്മുടെ സമയവും കഴിവും ഒക്കെ എവിടെ ഉപയോഗിക്കാമെന്നും അല്ലാത്തവ നമുക്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിച്ച് നമ്മുടെ സമയം ലാഭിക്കാമെന്നും മനസ്സിലാക്കേണ്ടതാണ്. മൈൻഡ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും കൂടെ ചേർത്ത് ചെയ്താൽ നമ്മൾ ഈ സ്ട്രിക്റ്റ് ആയിട്ട് സ്കെഡ്യൂൾ കീപ്പ് ചെയ്ത് പോകുന്നതിന്, ടൈം സ്കെഡ്യൂൾ കീപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇവരുടെ എനർജി ലെവലും മൈൻഡ് ലെവലും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും.
ഫോക്കസും കോൺസെൻട്രേഷനും കൂടുന്നതനുസരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ ടൈം നമുക്ക് കുറച്ച് മാത്രം മതി. ടൈം ഇസ് മണി. ടൈം ഇസ് മോർ പ്രഷ്യസ്. പണം പോയാൽ നമുക്ക് തിരിച്ചെടുക്കാം, സമയം പോയാൽ തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ടൈം ഇസ് മോർ പ്രഷ്യസ്. തിങ്ക് ആൻഡ് ആക്ട്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഓണം.